എൻ്റെ പേര് കൃഷ്ണൻ. ഞാൻ അഴീക്കൽ ബോട്ടുപാലം എന്ന സ്ഥലത്ത് സ്ഥിരതാമസമാണ്. ഞാനൊരു ചെറിയ ചോദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതായത് കുറച്ചു മുമ്പ് ഞാനിവിടെ കേട്ടു, സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച സൃഷ്ടികർത്താവ്. അത് എല്ലാ ഭാഷകളിലും എല്ലാ വാക്യങ്ങളിലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഖുർആനാണ് എല്ലാത്തിലും എന്ന് ഒരു പദം ഞാൻ കേട്ടു. അങ്ങനെയാണെങ്കിൽ ഖുർആനോട് ഉപമിക്കേണ്ട ആവശ്യമുണ്ടോ ബൈബിളിനെയും ഭഗവത്ഗീതയും? അതാണ് എന്റെ ചോദ്യം. ബഹുമാന്യനായ ജ്യേഷ്ഠ സഹോദരൻ കൃഷ്ണേട്ടന്റെ ചോദ്യം, ഖുർആനാണ് എല്ലാറ്റിലും ഉത്തമമെങ്കിൽ പിന്നെ ഖുർആനിനെ ഗീതയുമായും ബൈബിളുമായും ഉപമിക്കേണ്ടതുണ്ടോന്ന്. ചോദ്യത്തിനുള്ള ഉത്തരം, ഒന്നാമതായി പരിശുദ്ധ ഖുർആനിനെ ഒരു ഗ്രന്ഥവുമായും ഉപമിക്കേണ്ടതില്ല. യാതൊരു സംശയവും വേണ്ടതില്ല. സട്ടാവായ തമ്പുരാൻ അവതരിപ്പിച്ച വചനങ്ങളാണ് പരിശുദ്ധ ഖുർആനിലുള്ളത്. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു അവകാശവാദമല്ല, പരിശോധിക്കാവുന്നതാണ്. ഇതാരെയും അടിച്ചേൽപ്പിക്കുന്ന പ്രശ്നമില്ല. ആരോടും ഇത് ഖുർആൻ തന്നെയാണ് ശരി എന്ന് ആരെയും ഹേമം നടത്തുന്ന പ്രശ്നമില്ല. മറിച്ച് ഖുർആൻ സൃഷ്ടാവായ തമ്പുരാന്റെ അടുത്ത് നിന്നുള്ളതാണ് എന്നുള്ള വസ്തുത അത് സ്വയം അവകാശപ്പെടുകയും അതത് സ്ഥാപിക്കുകയും അത് വിമർശിച്ച് പഠിക്കാൻ ആവശ്യപ്പെടുകയും അങ്ങനെ വിമർശിച്ച് പഠിച്ച് അത് ദൈവികമല്ല എന്ന് ബോധ്യപ്പെടുന്നുവെങ്കിൽ ആ ബോധ്യമനുസരിച്ച് ജീവിക്കുവാൻ ഉള്ള സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുകയുമെല്ലാം ചെയ്യുന്നു. പക്ഷേ ഒരു കാര്യം, ആ അവകാശവാദം ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അത് പരിശോധിക്കാതെ അത് തെറ്റി എന്നോ ശരിയെന്നോ അങ്ങനെ അവകാശവാദത്തിൽ അർത്ഥമില്ല എന്നോ പറയുന്നതിൽ അർത്ഥമില്ല എന്നർത്ഥം. പിന്നെ പ്രശ്നം, ഇത് മറ്റുള്ള ഗ്രന്ഥങ്ങളുമായി ഉപമിക്കേണ്ട, താരതമ്യം ചെയ്യേണ്ട വല്ല കാര്യവുമുണ്ടോ എന്നാണ്. തീർച്ചയായും ഖുർആനിക ആശയങ്ങൾ സ്വയം സമ്പൂർണമാണ്. അത് മറ്റുള്ള ഗ്രന്ഥങ്ങളുമായി താരതമ്യം ചെയ്യേണ്ടതില്ലാത്ത വിധം സൃഷ്ടികർത്താവായ തമ്പുരാന്റെ അടുത്ത് നിന്നുള്ളതായതുകൊണ്ട് തന്നെ സ്വയം സമ്പൂർണവും സ്വയം സജ്ജവുമാണ്. പിന്നെ എന്തിന് അത്തരം ഒരു താരതമ്യ പഠനം എന്നതാണ് അടുത്ത ചോദ്യം. തീർച്ചയായും വളരെ പ്രസക്തമാണ് ആ സംശയം ചോദ്യം. ഖുർആൻ പറയുന്നൊരു സത്യമുണ്ട്. പ്രവാചകന്മാർ, ദൈവദൂതന്മാർ എല്ലാ സമൂഹങ്ങളിലേക്കും കടന്നു വന്നു. ആ എല്ലാ സമൂഹങ്ങളിലേക്കും കടന്നു വന്ന ദൈവദൂതന്മാർ പഠിപ്പിച്ചത് അടിസ്ഥാനപരമായ ഒരേ തത്വമാണ്. വൈൻ മിൻ ഉമ്മത്തിനില്ല ഖലാഫിഹാ നദീർ. ഖുർആനിലെ 35-ാമത്തെ അധ്യായം സൂറത്തുൽ ഫാത്തിറിലെ 24-ാമത്തെ വചനം ഖുർആൻ പറയാം. ഒരൊറ്റ സമുദായവും കഴിഞ്ഞു പോയിട്ടില്ല പ്രവാചകന്റെ നിയോഗമുണ്ടായിട്ടില്ലാതെ. ഒരു ദൈവദൂതന്റെ നിയോഗമുണ്ടാകാതെ ഒരൊറ്റ സമുദായവും കഴിഞ്ഞു പോയിട്ടില്ല. അപ്പോ പ്രവാചകന്മാർ എല്ലായിടത്തേക്കും വന്നിട്ടുണ്ട്. ഏതെങ്കിലും പ്രത്യേക ഗോത്രത്തിലേക്കല്ല, പ്രത്യേക പ്രദേശത്തേക്കല്ല. അപ്പോ ആ പ്രവാചകന്മാരെല്ലാം ഒരേ സന്ദേശമാണ് പഠിപ്പിച്ചതെങ്കിൽ ആ സന്ദേശത്തിന്റെ, പ്രവാചകന്മാർ പഠിപ്പിച്ച സന്ദേശത്തിന്റെ അവശിഷ്ടങ്ങൾ ആ പ്രദേശങ്ങളിലെ ഗ്രന്ഥങ്ങളിലോ സാഹിത്യങ്ങളിലോ കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പോ പരിശുദ്ധ ഖുർആൻ മനുഷ്യരുടെ കൈകടത്തലുകൾക്ക് വിധേയമല്ലാത്ത, ഒരിക്കലും തന്നെ ഒന്നും കൂട്ടിച്ചേർക്കപ്പെടാത്ത, എടുത്തു മാറ്റപ്പെട്ടിട്ടില്ലാത്ത സ്വയം സമ്പൂർണമായ വേദഗ്രന്ഥമാണ് എന്ന് പറയുമ്പോൾ തന്നെ ഖുർആൻ പറയുന്നൊരു കാര്യമുണ്ട്, മുൻപുള്ള പ്രവാചകന്മാർക്കും വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അത് എവിടേക്കൊക്കെ വന്ന പ്രവാചകന്മാർക്ക് വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്കറിയില്ല. എന്നാൽ 1,00,000-ലധികം പ്രവാചകന്മാരുടെ നിയോഗമുണ്ടായിട്ടുണ്ട് എന്ന് ഖുർആനുമായി കടന്നു വന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയും
മുൻപ് വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ഒരു വസ്തുത കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതെന്താണ്? മുൻപുള്ള വേദഗ്രന്ഥങ്ങളിൽ സ്വാർത്ഥികളായ പുരോഹിതന്മാർ പിൽക്കാലഘട്ടത്തിൽ അവരുടെ താല്പര്യമനുസരിച്ച് വളച്ചും വിളക്കിയും എടുത്തുമാറ്റിയും കൂട്ടിച്ചേർത്തും അവ വികലമാക്കി എന്നുള്ള സത്യമാണത്. നമുക്കറിയാം, സൃഷ്ടാവായ തമ്പുരാനും സൃഷ്ടിയായ മനുഷ്യനും എന്നുള്ള തത്വം കൃത്യമായി പഠിപ്പിക്കപ്പെടുമ്പോൾ അവിടെ സൃഷ്ടാവിന്റെയും സൃഷ്ടിയുടെയും നടുവിൽ ഒരു ഇടയാളന്റെ, ഒരു മധ്യവർത്തിയുടെ ഒരാവശ്യവുമില്ല. കാരണം സൃഷ്ടാവ് ഈ ദുർബലനായ മനുഷ്യനെ സൃഷ്ടിച്ചവനാണ്. അവനെ കൃത്യമായി അറിയുന്നവനാണ്. അവനെ വ്യക്തമായി മനസ്സിലാക്കുന്നവനാണ്. അവന്റെ ഉള്ളിലുള്ളത് എന്തൊക്കെയാണ് എന്ന് വ്യക്തമായി അറിയാവുന്നവൻ. അങ്ങനെയുള്ള സൃഷ്ടാവും സൃഷ്ടിയും തമ്മിൽ ഒരു ഇടയാളന്റെ, ഒരു മധ്യവർത്തിയുടെ ഒരാവശ്യവും ഇല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ പഠിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു പൗരോഹിത്യം കടന്നു വരില്ല. ആ പൗരോഹിത്യത്തിന്റെ ആവശ്യമുണ്ടാവില്ല. അങ്ങനെയായതുകൊണ്ട് പൗരോഹിത്യം മനുഷ്യരാത്മീയമായി ചൂഷണം ചെയ്തുകൊണ്ട് നിലനിന്ന പൗരോഹിത്യം പ്രവാചകന്മാരുടെ കാലം കഴിഞ്ഞപ്പോ പ്രവാചകന്മാരുടെ പിൻഗാമികളും അടുത്ത തലമുറയുമായപ്പോ ആ തലമുറകളെ വളരെ ബോധപൂർവം സമർത്ഥമായി പൈശാചിക പ്രലോഭനങ്ങളാൽ പ്രവാചകന്മാരുടെ പിൻഗാമികളെ പുരോഹിതന്മാർ വഴിതെറ്റിച്ചു കളഞ്ഞു. അങ്ങനെ വഴിതെറ്റിച്ചപ്പോഴാണ് വ്യത്യസ്ത മാർഗങ്ങൾ ഉണ്ടായത്. അങ്ങനെ വഴിതെറ്റിച്ചതിനനുസരിച്ച് പ്രവാചകന്മാർ പഠിപ്പിച്ച വേദഗ്രന്ഥങ്ങളിൽ അവരുടെ താല്പര്യപ്രകാരമുള്ള കൈകടത്തലുകൾ ഉണ്ടായി. ഞാൻ ഉദാഹരണം പറയട്ടെ. ബൈബിൾ പഴയ നിയമം, അതിലേറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളായി യഹൂദന്മാർ കാത്തുസൂക്ഷിക്കുന്നതാണ് പഞ്ചപുസ്തകം എന്ന് പറയുന്ന തോറ പുസ്തകം. ഉൽപ്പത്തി, പുറപ്പാട്, സംഖ്യ, ലേവ്യ, ആവർത്തനം തുടങ്ങിയ ഗ്രന്ഥങ്ങൾ. ഈ ഗ്രന്ഥങ്ങൾ മോശെ പ്രവാചകൻ പഠിപ്പിച്ച ആശയങ്ങളാണ് അതിലുള്ളത് എന്നാണ് അവർ വിചാരിക്കുന്നത്. തീർച്ചയായും മോശെ പ്രവാചകൻ പഠിപ്പിച്ച ആശയങ്ങൾ ഒരുപാട് അതിലുണ്ട്. അതിൽ ശുദ്ധമായ ഏകദൈവ വിശ്വാസമാണ് പഠിപ്പിക്കുന്നത്. സൃഷ്ടാവായ തമ്പുരാനെ കുറിച്ച് ഒരു കാരണവശാലും ഒരു രൂപത്തിലും ഉള്ള തുല്യതകളില്ലാത്ത രൂപത്തിലുള്ള ആശയങ്ങൾ പഠിപ്പിക്കുന്നു. പക്ഷേ പിൽക്കാലഘട്ടത്തിൽ ഇസ്രായേൽ വംശീയതയുടെ കൈകളിലായി തീർന്നു ഈ ഗ്രന്ഥം. അപ്പോ ദൈവം തമ്പുരാൻ, ദൈവത്തിന്റെ സൃഷ്ടികളാണ് ഇസ്രായേല്യരും ഇശ്മായേല്യരും ലോകത്തുള്ള എല്ലാവരും എന്ന് വരുമ്പോ അവിടെ ഇസ്രായേല്യരുടെ ആധിപത്യത്തിന്, ഇസ്രായേല്യരുടെ ഔന്നത്യത്തിന് ഒരു സൈദ്ധാന്തിക ന്യായീകരണത്തിന് വകയില്ലാതാകുന്നു. അവിടെ ഇസ്രായേൽ തറവാട് തന്നെ ഉണ്ടായതായുള്ള ചരിത്രം കടന്നു വരുന്നു ഉൽപ്പത്തി പുസ്തകത്തിലെ 32-ാമത്തെ അധ്യായത്തിൽ. അതെങ്ങനെ ഇസ്രായേൽ തറവാടുണ്ടാകുന്നത്? ഇസ്രായേലിന്റെ ഗോത്രപിതാവായിരുന്ന യാക്കോബ്, ആ യാക്കോബ് ഒരു ദിവസം ദൈവവുമായി, സാക്ഷാൽ യഹോവയുമായി ഗുസ്തി പിടിക്കുന്നു. ഇത് ബൈബിളിലുള്ളതാണ്. യഹോവ വരുന്നു, യഹോവയുമായി ഗുസ്തിയുണ്ടാകുന്നു യാക്കോബ്. ആ ഗുസ്തിയിൽ പാവം യഹോവ പരാജയപ്പെടുന്നു. എന്നിട്ട് ഇടുപ്പിനെ പിടിച്ചിട്ട്, വാരിയലിനെ പിടിച്ചിട്ട് എന്നെ അനുഗ്രഹിക്കാതെ വിടുകയില്ല എന്ന് പറഞ്ഞ് യഹോവയെ യാക്കോബ് നിർബന്ധിക്കുന്നു. അവസാനം ദൈവം നിർവാഹമില്ലാതെ യഹോവ യാക്കോബിനെ അനുഗ്രഹിക്കുന്നു. അങ്ങനെ ദൈവം പോകുന്നു, യാക്കോബ് അനുഗ്രഹീതനാകുന്നു. അന്നു മുതൽ യാക്കോബിന് ഇസ്രായേൽ എന്ന പേര് ലഭിക്കുന്നു. ഇത് വേദഗ്രന്ഥത്തിലുള്ളതാണ്. ദൈവിക ഗ്രന്ഥമെന്ന് വിശ്വസിക്കപ്പെടുന്ന, വിശുദ്ധമെന്ന് കരുതപ്പെടുന്ന ഗ്രന്ഥത്തിൽ എങ്ങനെ വന്നു? വളരെ കൃത്യമാണ്, ഏത് ആളുകൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അതെന്താ കാര്യം? ഇസ്രായേൽ വംശീയതയുടെ ഔന്നത്യത്തെ പഠിപ്പിക്കാൻ വേണ്ടി പിൽക്കാലഘട്ടത്തിൽ കടത്തിക്കൂട്ടപ്പെട്ട വചനങ്ങളാണ്. ഇങ്ങനെ വചനങ്ങൾ കടത്തിക്കൂട്ടപ്പെട്ടു. ഇപ്പൊ ഭാരതത്തിൽ നമുക്കറിയാം, നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ശുദ്ധമായ, അതിശുദ്ധമായ ഏകദൈവാരാധനയുടെ, ഏകദൈവ വിശ്വാസത്തിന്റെ വചനങ്ങൾ, അതിൽ സമൃദ്ധമാണ് ഭാരതീയ ദർശനത്തിലെ ഗ്രന്ഥങ്ങൾ. പ്രഗാതമെല്ലാം ഹിരണ്യഗർഭ സൂക്തത്തിലെല്ലാം വളരെ കൃത്യമായി സൃഷ്ടാവായ തമ്പുരാനെ വിശദീകരിക്കുന്ന നമുക്ക് കാണാം. ഹിരണ്യഗർഭ സമവർത്തദാഗ്രേ ഭൂതസ്യ ജാതഃ പതിരേക ആസീത്
സദാധാര പൃഥിവീം ദ്യാമുതേമാം കസ്മൈ ദേവായ ഹവിഷാവിധേമ. ഇത് വളരെ കൃത്യമായി സ്രഷ്ടാവായ തമ്പുരാനെ വിശദീകരിക്കും. പക്ഷെ അതേ ഋഗ്വേദത്തിൽ സ്രഷ്ടാവായ തമ്പുരാനെ ഒരു പുരുഷനോട് ഉപമിക്കുകയും ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹുരാജന്യകൃത ഒരു തദസ്യ ദ്വൈശ്യപാദ്യ ശൂദ്രോ അജായത എന്ന വചനമുണ്ടാകുന്ന പിൽക്കാലഘട്ടത്തിൽ ബ്രാഹ്മണന് ശിരസിൽ നിന്നും ശൂദ്രൻ പാദത്തിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടവനാകുന്നു. അപ്പോൾ ശിരസിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ബ്രാഹ്മണൻ തലച്ചോറിന്റെ പണികൾ എടുക്കണം, സമൂഹത്തെ നയിക്കണം. പാദത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ശൂദ്രൻ പാദസേവ ചെയ്യണം, അടിമവൃത്തി ചെയ്യണം. വിശദീകരണമായി ഞാൻ പറയുന്നത്, പിൽക്കാലഘട്ടത്തിൽ പുരോഹിതന്മാരുടെ കൈകടത്തലുകൾ ഉണ്ടായി വേദഗ്രന്ഥത്തിൽ നിന്ന്. അതുകൊണ്ടാണ് ഇവ വികലമാക്കപ്പെട്ടത്. അതുകൊണ്ടാണ് അവയിൽ മാനവ വിരുദ്ധമായ ആശയങ്ങൾ ഉണ്ടായത്. അവിടെയാണ് വിശുദ്ധ ഖുർആൻ പ്രസക്തമാകുന്നത്. ഇവിടെ മുസ്ലിം സമൂഹത്തിൽ ഇതേ രൂപത്തിലുള്ള പല തിന്മകളുടെയും സ്വാധീനം ഉണ്ടായിട്ടുണ്ട്, പല തിന്മകളുടെയും. പക്ഷേ പരിശുദ്ധ ഖുർആൻ അത് പടച്ച തമ്പുരാൻ അവതരിപ്പിച്ച രൂപത്തിൽ തന്നെ സംരക്ഷിക്കുമെന്ന് പടച്ചവൻ തന്നെ വാഗ്ദാനം നൽകിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ തിന്മകളുടെ, സമൂഹത്തിലുണ്ടായ തിന്മകളുടെയൊന്നും ലാഞ്ചന സ്വാധീനം ഖുർആനിലേക്ക് കടന്നു വന്നിട്ടില്ല. ഖുർആനിൽ നമുക്ക് കാണാം, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഖുർആനിലെ 15-ാമത്തെ അധ്യായം സൂറത്തുൽ ഹിജ്റിലെ 9-ാമത്തെ വചനം ഖുർആൻ പറയാണ്, നാമാണ് ഈ ഉത്ബോധനം അവതരിപ്പിച്ചത്, നാം തന്നെ അതിനെ സംരക്ഷിക്കും. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥം. ഒരൊറ്റ വചനമെങ്കിലും കടത്തിക്കൂട്ടപ്പെടാതെ, ഒരൊറ്റ അക്ഷരത്തിനെങ്കിലും വ്യത്യാസം വരുത്തപ്പെടാതെ, ഒന്നും കൂട്ടിച്ചേർക്കപ്പെടാതെ അതേപോലെ ഒരു മാറ്റവുമില്ലാതെ നിലനിൽക്കുന്ന വേദഗ്രന്ഥം. അപ്പൊ ഞാൻ പറയുന്നത്, ഈ പരിശുദ്ധ ഖുർആൻ അങ്ങനെയാണെങ്കിലും മുൻപുള്ള പ്രവാചകന്മാർ കടന്നു വന്ന സമൂഹങ്ങളിലെ പ്രവാചകന്മാർ പഠിപ്പിച്ച ആശയങ്ങളുടെ സ്വാധീനം നമുക്കവിടെ എല്ലാ ആ സമൂഹങ്ങളിലെ പുസ്തകങ്ങളിലെല്ലാം കാണാൻ കഴിയും. പിൽക്കാലഘട്ടത്തിൽ എന്ത് തന്നെയുണ്ടെങ്കിലും ആ സ്വാധീനം കാണിച്ചു കൊടുത്ത് ജനങ്ങളെ എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ച അടിസ്ഥാനപരമായ തത്വം ഒന്നു തന്നെയാണ് എന്ന ഐക്യത്തിന്റെ സന്ദേശത്തിലേക്ക് കൊണ്ടുവരിക എന്ന ദൗത്യമാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. ആ ഐക്യത്തിന്റെ സന്ദേശം, സ്നേഹത്തിന്റെ സന്ദേശം വിശദീകരിക്കപ്പെടുകയാണ്. ആലോചിച്ചൊക്കെ വ്യത്യസ്ത സമൂഹങ്ങളിൽ നമുക്കറിയാം. ഇപ്പൊ ഭാരതീയ സമൂഹത്തിൽ പലരെയും ആരാധിക്കുന്നവരുണ്ട്, ആൾദൈവങ്ങളെ ആരാധിക്കുന്നവരുണ്ട്, വിഗ്രഹങ്ങളെ, ശവകുടീരങ്ങൾ, പലരെയും, പല വിഭാഗങ്ങൾ, പല രൂപങ്ങളിൽ. പക്ഷേ നമ്മൾ പരിശോധിച്ചാൽ യജുർവേദത്തിൽ 40-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ വചനം നമ്മൾ എന്താ കാണുക? അന്ധം തമഹ പ്രവിശന്ധിയേ സംഭൂതിമുപാസതേ തതോ ഭൂയ ഇവതേ തമോ യൗ സംഭൂതിയാമൃതഃ. അന്ധകാരത്തിലാണ് പതിക്കുക, ഘോരാന്ധകാരത്തിൽ. അന്ധകാരത്തിന് നരകമെന്ന ഒരു ഭാഷാന്തരമുണ്ട്. അപ്പോൾ നരകത്തിലാണ് പ്രവേശിക്കുക ആര്? നശ്വരങ്ങളായ ദേവപിതൃ മാനവാദികളെ ഉപാസിക്കുന്നവർ. ഇത് പറയുന്നത് യജുർവേദമാണ്. നശ്വരങ്ങളായ നശിച്ചു പോകുന്ന ആരാണെങ്കിലും അവരെ ഉപാസിക്കുന്നവർ, അവരെ ആരാധിക്കുന്നവർ നരകത്തിലാണ്, അന്ധകാരത്തിലാണ് പ്രവേശിക്കുക. ഉപാസന കർഹനായ, ആരാധനക്കർഹനായത് ആരാണ്? സട്ടാവായ, അനശ്വരനായ, ഒരിക്കലും നശിക്കാത്ത സട്ടാവായ തമ്പുരാൻ. ഇത് പറയുന്നത് യജുർവേദമാണ്. യജുർവേദം മാത്രമല്ല, ഈശാവാസ്യോപനിഷത്തിന്റെ 12-ാമത്തെ ശ്ലോകത്തിലും നമുക്ക് ഇതേ വചനം കാണാം. അപ്പൊ ഞാൻ പറയുന്നത്, ഈ വചനം ഉദ്ധരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഭാരതത്തിൽ വന്ന പ്രവാചകന്മാർ പഠിപ്പിച്ച സന്ദേശമാണത്. ആ സന്ദേശം സ്വാഭാവികമായും ഗ്രന്ഥങ്ങളിൽ അവശേഷിച്ചു. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ പരിശുദ്ധ ഖുർആനോ മാത്രമല്ല, ലോകത്തിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച അടിസ്ഥാനപരമായ സന്ദേശം അത് ഐക്യത്തിന്റെ, സ്നേഹത്തിന്റെ, സട്ടാവായ തമ്പുരാനെ മാത്രം ആരാധിക്കണമെന്ന സന്ദേശമായിരുന്നു എന്നുള്ള വസ്തുത വ്യക്തമാക്കുന്നതിനു വേണ്ടിയാണ് സത്യത്തിൽ വേദഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കപ്പെടുന്നത്. അതൊരിക്കലും പരിശുദ്ധ ഖുർആൻ സ്വയം സജ്ജമല്ലാത്തത് കൊണ്ടോ ഖുർആനിക ആശയങ്ങൾക്ക് മറ്റെന്തിന്റെയെങ്കിലും പിൻബലം വേണ്ടത് കൊണ്ടോ അല്ല എന്ന് മനസ്സിലാക്കുക എന്നാണ് ബഹുമാന്യനായ കൃഷ്ണേട്ടനോട് എനിക്ക് സൂചിപ്പിക്കുന്നത്.